ഒരു 50-55 വയസ്സിൽ വരേണ്ട BP-യും ഡയബറ്റീസും എല്ലാം ഇപ്പോൾ ഒരു 30-35 വയസ്സിൽ തന്നെ എല്ലാവർക്കും പിടിപെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 90s കിഡ്സിനെ എല്ലാവരും അപ്പൂപ്പന്മാരെന്നും അമ്മൂമ്മമാരെന്നും ഒക്കെ പറഞ്ഞ് കളിയാക്കി തുടങ്ങുന്നത്. എണീറ്റ് നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, അല്ലേ? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അതുകൊണ്ടാണോ നമുക്കിങ്ങനെ സംഭവിക്കുന്നത്? നമുക്കൊന്ന് ചോദിച്ചറിയാം. നമ്മളോടൊപ്പം ഉള്ളത് ഡയറ്റീഷ്യൻ ശരണ്യ, നിംസ് ഹോസ്പിറ്റൽ. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. എനിക്കിന്ന് ചോദിക്കാനുള്ളത്, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു 90s കിഡ്സ് ഒക്കെ ആകുമ്പോൾ തന്നെ വയസ്സായി എന്ന് പറയും. കാരണം അത്രയ്ക്കും വയ്യ, ആർക്കും വയ്യ. അപ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കും? ഭക്ഷണത്തിന് ഒരു റീസൺ ആണ്. ജീവിതശൈലി രോഗങ്ങൾ നേരത്തെ വരുന്നുണ്ട്. ഇപ്പോൾ ഒത്തിരി പേഷ്യൻസ് നമുക്ക് വരുന്നുണ്ട്. ഇപ്പം ലേഡീസ് ആണെന്നെങ്കിൽ ജസ്റ്റേഷണൽ പീരീഡിൽ പ്രഗ്നൻസി ഒക്കെ ആകുമ്പോൾ വരുന്ന ഡയബറ്റിസ് പിന്നെ മാറുന്നില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുവാണ്. ഇപ്പം ആണുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ 60-62 വയസ്സിലോ 65 വയസ്സിലോ വന്ന ഡയബറ്റിസ് നമുക്കിപ്പോൾ 25 വയസ്സിൽ BP, ബ്ലഡ് പ്രഷർ വേരിയേഷൻ, ഷുഗർ വേരിയേഷൻ ഒക്കെ വരുന്നുണ്ട്. അത് ശരിക്കും ജീവിതശൈലിയുടെ പ്രശ്നങ്ങളാണ്. അത് ശരിക്കും നമ്മൾ ഭക്ഷണക്രമത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറെ നിയന്ത്രിക്കാൻ പറ്റും. ഓക്കെ, അതിനൊരു ഫോർമുലയുണ്ട്. ബിക്കോസ് നമ്മളെ കൂടുതലായിട്ട് കഴിക്കുന്നത് ഈ നജം, അതായത് കാർബ്സ് കൂടുതൽ അടങ്ങിയ ധാന്യങ്ങളാണ്. അത് ഗോതമ്പാണേലും അരിയാണേലും അതിൽ കാർബോഹൈഡ്രേറ്റ് ആണ്. അത് നമ്മൾ അധികമായിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഒരു ശീലിച്ച് വന്ന രീതിയാണ്. അപ്പോൾ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും 3 നേരം വയറ് നിറയ്ക്കുന്നത് അരിയാഹാരം കഴിച്ചിട്ടാണ്. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമില്ല അരിയാഹാരം. ശരിക്കും ഒരു 100-110 ഗ്രാമോളം കാർബോഹൈഡ്രേറ്റ് മതി. അത് നമ്മൾ 3 നേരം വയറ് നിറയ്ക്കാൻ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഇഡലി, ചോറ്, രാത്രി ചപ്പാത്തി, ചോറ് എന്ത് തന്നെയാണേലും അത് കാർബ്സ് ആണ്. അപ്പോൾ അത് അധികമായിട്ട് നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എക്സസ് ആയിട്ട് ഈ കാർബ്സ് ചെല്ലുമ്പോൾ കൊഴുപ്പായിട്ടാണ് അടിഞ്ഞുകൂടുന്നത്. ഈ ചപ്പാത്തി കഴിക്കുമ്പോൾ കാർബ്സ് കുറയ്ക്കാനാണ് എല്ലാവരും ചപ്പാത്തി. ഇപ്പോൾ കാർബ്സ് അങ്ങനെ രണ്ടും ഒരുപോലെയാണ് കാർബ്സ്. പിന്നെ ഗോതമ്പിനകത്ത് ഇച്ചിരി കൂടെ നാരുണ്ട്, ഗ്ലൂട്ടൻ ഉണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ അവൈലബിലിറ്റി കുറവായിരിക്കും എന്നുള്ളൂ. ദഹനം പതിയെ നടക്കുന്നേ ഉള്ളൂ ഗോതമ്പ് കഴിക്കുന്നത്. പക്ഷെ നമ്മുടെ ശരിക്കും അരിയാഹാരമാണ് കൂടുതലും കഴിക്കുന്നത്. പക്ഷെ വയറ് നിറയ്ക്കാൻ ഈ അരിയാഹാരം ഇത്രയും ക്വാണ്ടിറ്റി കഴിക്കേണ്ട ആവശ്യമില്ല. അളവ് കുറച്ചിട്ട്, ഈ അളവ് കുറച്ചാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ശരിക്കും ഈ അളവ് കുറച്ചിട്ട് പ്രോട്ടീനാണ് കൂടുതൽ കഴിക്കാൻ. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ കോമ്പിനേഷൻസ് ഓഫ് പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യുക. ശരിക്കും പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിൽ നമ്മൾ കഴിക്കുന്നില്ല. ശരിക്കും ഒരു നോർമൽ ഒരു അഡൾട്ട് വിമൺ ആണെന്നുണ്ടെങ്കിൽ ഒരു 45 ഗ്രാം പ്രോട്ടീൻ ആവശ്യമാണ്. അഡൾട്ട് മാൻ ആണെന്നുണ്ടെങ്കിൽ 55 ഗ്രാം പ്രോട്ടീൻ. എല്ലാവർക്കും പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ട്. കാരണം ഒരു മുട്ട കഴിച്ചു കഴിഞ്ഞാൽ 6 ഗ്രാം പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിൽ കിട്ടുക. അതുപോലെ തന്നെ ഒരു 50 ഗ്രാം ഫിഷോ ചിക്കനോ കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം 5.56 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. അതുപോലെ ഒരു 20-30 ഗ്രാം പയറോ കടലയോ കഴിച്ചു കഴിഞ്ഞാലും ഏകദേശം 4.5 ഗ്രാം പ്രോട്ടീനൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം ഇങ്ങനെ നമ്മൾ 3 നേരം നോൺ വെജും പയറുവർഗ്ഗങ്ങളും അളവ് ഈ രീതിയിൽ 3 നേരം കഴിച്ചാൽ പോലും നമുക്കൊരു 25-30 ഗ്രാം പ്രോട്ടീൻ്റെ മേളിലോട്ട് നമ്മൾ കഴിക്കുന്നില്ല. ഇങ്ങനെ കഴിച്ചാൽ പോലും കഴിക്കുന്നില്ല. അന്നേരം ഈ നമ്മൾ സാധാരണ നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കുക, നമ്മൾ 3 നേരം നോൺ വെജ് കഴിക്കുന്നുണ്ടോ എന്ന്. ഇല്ല. നമ്മൾ ഒരു മുട്ട കഴിച്ചാലായി, ചിലപ്പോൾ ചിക്കൻ കറിയോ ചിക്കനോ മീനോ ഒരു പീസ് കഴിച്ചാലായി ഇത്രയും പ്രോട്ടീനേ കഴിക്കുന്നുള്ളൂ. അതിനിടയ്ക്ക് ഒരു ജ്യൂസ് കുടിക്കും, പച്ചക്കറി എന്തെങ്കിലും, കുറച്ച് തോരൻ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യും. ഇതാണ് ഡെഫിഷ്യൻസിക്കുള്ള മെയിൻ റീസൺ. ഈ ഒരു പ്രോട്ടീൻ ഡെഫിഷ്യൻസിയും കൊഴുപ്പിൻ്റെ അധികമായിട്ടുള്ള യൂസും നമ്മളത് ഉപയോഗിക്കുന്നത്, പച്ചക്കറി കുക്ക് ചെയ്യുന്ന, തേങ്ങ, എണ്ണ, വറുത്തത്, പൊരിച്ചത്, ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുന്നതിൻ്റെ, ഷുഗർ കണ്ടൻറ്റ് കൂടുതലടങ്ങിയ ഡ്രിങ്കും സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ കഴിക്കുന്നതിൻ്റെ അധികമായിട്ടുള്ള ഉപയോഗമാണ് ശരിക്കും ലൈഫ് സ്റ്റൈൽ ഡിസീസ് നേരത്തെ എത്തുന്നത്. ഈ കൊഴുപ്പിൻ്റെയും ഷുഗർ കണ്ടൻറ്റിൻ്റെയും കൂടുതൽ കൊണ്ടും പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടും. ഇതെങ്ങനെ മാറ്റാം എന്ന് വെച്ചാൽ, നമ്മൾ പ്രോട്ടീൻ കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ 3 നേരം കഴിക്കുന്ന ഭക്ഷണത്തിനകത്തും കോമ്പിനേഷൻസ് ഓഫ് പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യുക. അതായത് നമ്മൾ മുട്ട കഴിച്ചാൽ മീൻ കഴിക്കില്ല. നോർമലി മുട്ടയും മീനും ഒരുമിച്ച് കഴിക്കാം, പ്രശ്നമില്ല, നമുക്ക് അവൈലബിൾ ആണെങ്കിൽ കഴിക്കാം. 2 പ്രോട്ടീനാണ്. അതുപോലെ തന്നെ തൈരും മീനും ഒരുമിച്ച് കഴിക്കില്ല, അതെന്തോ വിരുദ്ധാഹാരം എന്നാണ് പറയുന്നത്. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. അതിനൊന്നും പ്രശ്നമില്ല. പച്ചക്കറിയും തൈരും പാലുൽപ്പന്നങ്ങളും മീനും പച്ചക്കറിയും എല്ലാം കോമ്പിനേഷൻസ് ഓഫ് പ്രോട്ടീൻ ഒരുമിച്ച് വെച്ച്, അതായത് വള്ളിപ്പയർ പയറുവർഗ്ഗങ്ങൾ പ്രോട്ടീനാണ്, പാലുൽപ്പന്നങ്ങൾ പ്രോട്ടീനാണ്, മുട്ട, മീൻ, ചിക്കൻ പ്രോട്ടീനാണ്. അപ്പോൾ ഈ 3 നട്ട്സ് പ്രോട്ടീനാണ്. അപ്പോൾ ഈ 5 പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും 3 നേരം
കഴിക്കുന്ന ഭക്ഷണത്തിനകത്തും കോമ്പിനേഷൻസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ഉച്ചയ്ക്ക് മീൻ കഴിച്ചാലും പയറുതോരൻ കഴിക്കാം, മോര് കഴിക്കാം, തൈര് കഴിക്കാം, അങ്ങനെ 3 പ്രോട്ടീനായി അവിടെ. രാവിലെയും അതുപോലെ മുട്ട കഴിച്ചാലും ഒരു ഗ്ലാസ് പാലോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. രാത്രിയിലും അതുപോലെ കോമ്പിനേഷൻസ് പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അറൗണ്ട് ഒരു 40-45-50 ഗ്രാം പ്രോട്ടീൻ കിട്ടും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു പോയാൽ തന്നെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി മാറുമ്പോൾ നമ്മുടെ ഈ ലേഡീസിന് വരുന്ന ഹോർമോണൽ ഇംബാലൻസ്, PCOD പോലുള്ള പ്രോബ്ലംസ് കുറയ്ക്കാനും അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരാതിരിക്കാനും ഒക്കെ നമുക്ക് പറ്റും. അതേസമയം ഇതേ നോൺ വെജ് ഐറ്റംസും വെജിറ്റബിൾസും കുക്ക് ചെയ്യുന്നത് അധികമായിട്ട് ഫാറ്റ് ഓയിൽ യൂസ് ചെയ്താണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ശീലിച്ചു പോയതാണ്. അങ്ങനെ കുക്ക് ചെയ്ത് കഴിച്ചിട്ട് പ്രയോജനമില്ല. കുറച്ചൊക്കെ ഓയിലും ഫാറ്റും നിയന്ത്രിച്ചിട്ട് കുക്ക് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിനൊന്നും ആർക്ക് സമയമില്ല, നമ്മൾ പറഞ്ഞാലും കേൾക്കാനും സമയമില്ല. ശരിക്കും അസുഖം വരുമ്പോൾ മാത്രം ഓടി ഡോക്ടറെ കാണാൻ പോകുന്നു, മെഡിസിൻ വാങ്ങുന്നു, കഴിക്കുന്നു, പിന്നെ തിരക്കാണ് നമ്മളെല്ലാവരും. കുഞ്ഞുങ്ങൾക്ക് എന്തായാലും പ്രോട്ടീൻ കൊടുക്കും. അല്ല, കാരണം കുഞ്ഞുങ്ങൾക്ക് എന്ന് പറയുമ്പോൾ അവരുടെ ഏജ് അനുസരിച്ച് ഈ 45-55 ആവശ്യമില്ല, ഇത്രയും പ്രോട്ടീൻ ആവശ്യമില്ല. 25-30 ഗ്രാം പ്രോട്ടീനകത്ത് മതി വളരുന്ന പ്രായത്തിൽ നമുക്ക്. ശരിക്കും 3 നേരം നോൺ വെജും ഹെൽത്ത് മിക്സ്, നട്ട്സ് ഇതെല്ലാം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക. അപ്പൊ അവർക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടും. ഇതേ കുട്ടികൾ വലുതായി കഴിയുമ്പോൾ നമ്മൾ അവരുടെ കാര്യം ശ്രദ്ധിക്കാറില്ല, അവരങ്ങനെ കഴിക്കാറില്ല. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലെ തന്നെ കൊടുക്കുവാണ് നമ്മൾ. അതാണ് മെയിൻ റീസൺ. അപ്പം ഈ കുഞ്ഞിലെ കൊടുത്തു വന്നതുപോലെ തന്നെ നമ്മളും കഴിക്കണം. കഴിച്ച് വരുന്നതാണെങ്കിൽ പിന്നെ മെയിനായിട്ട് ഈ ഹോർമോണൽ ഇംബാലൻസും പ്രശ്നങ്ങളും ഇവിടെയൊക്കെ മെയിൻ റീസൺ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ നേരത്തെ വരുന്നത് ഈ പറഞ്ഞ ഫാറ്റിൻ്റെയും ഈ കാർബ്സിൻ്റെയൊക്കെ എക്സസ് കൺസംഷൻ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതൊക്കെ ഒന്ന് നിയന്ത്രിച്ച് ശരിക്കും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അവനവൻ്റെ ഹെൽത്ത് ശ്രദ്ധിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് നല്ലോണം നിയന്ത്രിക്കാം. ഒരുപാട് കോൺഷ്യസ് ആവണം എന്നല്ല, എക്സസ് കോൺഷ്യസ് ആയാലും അതും പ്രശ്നമാണ്. പക്ഷേ ഒരുവിധം നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണം. കുറച്ചൊക്കെ നമുക്കൊരു വെയിറ്റ് കൂടുമ്പോഴോ വെയിറ്റ് കുറയുമ്പോഴോ നമ്മൾ ശ്രദ്ധിക്കണം, കോൺഷ്യസ് ആവണം. നമ്മൾ ഹെയർ ലോസ് വരുമ്പോൾ അതെന്തുകൊണ്ടാണ് ഹെയർ ലോസ് വരുന്നത്? ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഇതിലാണ് ഹെയർ ലോസ് വരുന്നത്. ന്യൂട്രിയൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഹെയർ ലോസ് വരുന്നത്. കണ്ണ് മങ്ങുന്നത്, കുറച്ച് കാഴ്ച മങ്ങുന്നത്, അതുപോലെ തന്നെ സ്കിൻ കളറിൽ ചേഞ്ച് വരുന്നത് എല്ലാം ഹോർമോണൽ ഇംബാലൻസും ഡെഫിഷ്യൻസി കണ്ടീഷൻസും കൊണ്ടാണ്. അത് പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കണ്ട് എന്താണെന്ന് ഡിറ്റക്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസും മെഡിസിൻസിനോടൊപ്പം ഫുഡ് സപ്ലിമെന്റ്സും ഒക്കെ എടുത്തു തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞ് ഇപ്പൊ ഓൾറെഡി ഇപ്പൊ എല്ലാവർക്കും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വന്നു കഴിഞ്ഞിട്ട് നമുക്കത് ഈ ഫുഡിലൂടെ തന്നെ മാറ്റാൻ സാധിക്കും. ഫുഡിലൂടെ തന്നെ കുറെയൊക്കെ മാറ്റാം. ഇപ്പം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, വൈറ്റമിൻ ഡി ഒക്കെ ആണെങ്കിൽ നമ്മുടെ സ്കിന്ന് സിന്തസൈസ് ചെയ്യുന്ന വൈറ്റമിൻ ആണ്. അത് നമുക്ക് സൺലൈറ്റ് എക്സ്പോഷർ വരെ നമ്മുടെ സ്കിൻ അത് ഓരോരുത്തരുടെ ബോഡിയിൽ ഓരോ രീതിയിലാണ് സിന്തസൈസ് ചെയ്യുന്നത്. അത് ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ സപ്ലിമെന്റ്സ് എടുത്ത് തന്നെ ക്ലിയർ ചെയ്യണം. കാരണം ഫുഡ് വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ ഫാറ്റും കുറച്ച് ഫാറ്റി ഫിഷസും അങ്ങനെയൊക്കെയാണ് കൂടുതൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാം. പ്രോട്ടീൻ ആണെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആണ്, നമുക്ക് കഴിക്കാം. അതുപോലെയുള്ള കളേർഡ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസിൽ നിന്ന് കിട്ടുന്ന ബീറ്റ കരോട്ടീൻ, വൈറ്റമിൻ എ ആണ് ബീറ്റ കരോട്ടീൻ, അതുപോലെ വൈറ്റമിൻ സി, ഇതൊക്കെ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് നമുക്ക് ഫ്രഷ് ആയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കിട്ടും. അത് ഹൈജീനിക് ആയിട്ടുള്ള രീതിയിൽ കൺസ്യൂം ചെയ്യുക, അത്രേ അത് മതിയാവും. ഇപ്പോ എല്ലാം അവൈലബിൾ ആണ്, എന്നിരുന്നാലും ആൾക്കാർ ഇതെല്ലാം ചെയ്യാൻ മടിക്കുന്നു എന്നുള്ളത്. കുറച്ച് നാളൊക്കെ ചെയ്യും, സാലഡ്സ് കഴിക്കും, കുറച്ച് ജ്യൂസ്. നമുക്കറിയാം, നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ടെൻസ്ഡ് ആവും, നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും, ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യും, പിന്നെയും മറ്റേ ഷുഗറി ഫുഡ്സിനോടൊക്കെ ക്രേവിങ്സ് വരും നമുക്ക്. അപ്പം വല്ലപ്പോഴും ഒക്കെ ഓക്കെ, ഡെയിലി ഡയറ്റിനകത്ത് അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. നമ്മൾ വയറ് നിറയ്ക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം കഴിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. മിനിമലായിട്ട് ഓയിൽ യൂസ് ചെയ്ത് കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഗ്രില്ലിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ട്രഡീഷണലി മുന്നേ ഒക്കെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ഗ്രില്ലിംഗ്. പക്ഷേ നമ്മൾ ഗ്രില്ലിംഗ് ഇപ്പോൾ അതിനകത്ത് നമ്മൾ കടകളിൽ നിന്ന് അവർ അതിനകത്ത് കുറച്ച് എക്സസ് ആയിട്ടോ ഫാറ്റും ഈ കുറച്ച് കോട്ടിങ്ങും ഒക്കെ എനിക്ക് തോന്നുന്നു അവർ ആഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ ചെന്നാലേ പ്രശ്നമുള്ളൂ. അല്ലാതെ ഡയറക്റ്റ് ഫയറിലും ഡയറക്റ്റ് ഹീറ്റിലും ഫുഡ് കുക്ക് ചെയ്യുന്നത് അൺഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ല. അതെല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്. അതെ, ചിക്കൻ കരിഞ്ഞ് കഴിക്കാവോന്നൊക്കെ. സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് നമ്മൾ കൂടുതലും അങ്ങനെ ഡയറക്റ്റ് ഗ്രില്ലിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ. സ്കിന്നിലാണ് ഫാറ്റ് വരുന്നത്. അപ്പോൾ ആ ഫാറ്റിനകത്തുള്ള ഈ സ്കിന്നിനകത്തുള്ള ഫാറ്റ് കൊണ്ടാണ് അകത്തെ പ്രോട്ടീൻ കുക്കാവുന്നത്. ഡയറക്റ്റ് പ്രോട്ടീൻ ആകുമ്പോഴാണ്, അതായത് നമ്മൾ സ്കിന്ന് റിമൂവ് ചെയ്തിട്ടുള്ള ചിക്കൻ അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. കൂടുതലും നമ്മൾ കേരളത്തിൽ അതാണ് യൂസ് ചെയ്യുന്നത്, സ്കിന്ന് റിമൂവ് ചെയ്ത്. ഈ ചിക്കൻ അത് പ്രോട്ടീനാണ്, മസിൽസ് ആണ്. ഈ മസിൽസ് കരിഞ്ഞു പോകുന്നതാണ് കുറച്ച് അൺഹെൽത്തി
കഴിക്കാതിരിക്കുകയാണത്. ആ കരിഞ്ഞ പോർഷൻ അധികം കഴിക്കാതിരിക്കുക, ഉള്ളിലോട്ട് കുക്കായ പോർഷൻ മാത്രം കഴിക്കുക. അതാണ് പ്രശ്നം. മറ്റേ നമ്മൾ സ്കിന്നോട് കൂടി കുക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ആ ഫാറ്റിന്റെ ഇത് നമ്മൾ അഡീഷണൽ ഫാറ്റ് യൂസ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഓവനിലും ഗ്രില്ല് ചെയ്യുമ്പോൾ ആ ഫാറ്റ് കൊണ്ട് അകത്ത് പ്രോട്ടീൻ കുക്കാവും മീഡിയം ആയിട്ട്. ആ ഫാറ്റ് ആണ് അവിടെ മീഡിയം ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ശരിക്കും. ഓക്കെ. അപ്പോൾ പ്രോട്ടീൻ എങ്ങനെയാണ് കഴിക്കേണ്ടത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ക്ലാരിറ്റി ആയി കാണും. നമുക്ക് കഴിക്കേണ്ട ആഹാരങ്ങൾ എങ്ങനെയാണെന്നും എന്താണ് നമ്മുടെ ഡെഫിഷ്യൻസി, നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ എവിടെ നിന്നാണോ ആ ഒരു തുടക്കം എന്നുള്ളതും ഈ ഒരു വീഡിയോയിലൂടെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്താം. താങ്ക് യു.